പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ പുതിയ നീക്കവുമായി ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ ഇതാണ് പറയുന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുന്നുവെന്ന തരത്തിലാണ് പാകിസ്ഥാൻ UN രക്ഷാസമിതിയെ സമീപിച്ചത്. എന്നാൽ രക്ഷാസമിതിയുടെ യോഗത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണവും അതിൽ പാകിസ്ഥാന്റെ പങ്കും പാക് പിന്തുണയുള്ള ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളും ഇന്ത്യ ചർച്ചയാക്കുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിയായ പാകിസ്ഥാനെ ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം. UN രക്ഷാസമിതിയിലെ 15 അംഗങ്ങളിൽ 13 പേരുടെയും പിന്തുണ ഇതിനോടകം തന്നെ ഇന്ത്യ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. രക്ഷാസമിതി അംഗമായ പാകിസ്ഥാന് പിന്തുണ സ്ഥിരാംഗമായ ചൈനയിൽ നിന്ന് മാത്രമേ ലഭിക്കൂവെന്നാണ് സൂചന. ഇന്ത്യ പാകിസ്ഥാൻ തർക്കം മാത്രമല്ല, ഇതൊരു ആഗോള പ്രശ്നമാണെന്ന തരത്തിൽ ഇന്ത്യ ഈ ഒരു വിഷയം ചർച്ചയാക്കും. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെയ് 7-ന് മോക്ക് ഡ്രിൽ നടത്താൻ നിരവധി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1971-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പ്, സൈറണുകളുടെ പ്രവർത്തനക്ഷമത സംബന്ധിച്ച് മോക്ക് ഡ്രിൽ നടത്തണം. ആക്രമണമുണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. അടിയന്തര ബ്ലാക്കൌട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ, സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുള്ള സംവിധാനമൊരുക്കൽ, ഒഴിപ്പിക്കൽ പദ്ധതിയും അതിന്റെ പരിശീലനവും തുടങ്ങിയ കാര്യങ്ങളാണ് നിർദ്ദേശത്തിൽ ഉള്ളത്. അതേസമയം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം. ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവർക്ക് പരിശീലനം നൽകണം. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തിൽ നവീകരിക്കുകയും അതിന്മേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും നിർദ്ദേശത്തിൽ പറയുന്നു. അതിനിടെ പാകിസ്ഥാന് നൽകിവരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കണമെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ADB മേധാവി മസാദോ ഖംഡയുമായി നേരിട്ട് നടത്തിയ ചർച്ചയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്തായാലും തിരിച്ചടിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിന്റെ എല്ലാ സജ്ജീകരണവും സേന തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.